സോ ഗൈസ്, എല്ലാവർക്കും മിസ്റ്റർ റാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സ്പേസ് എലിവേറ്റർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഗെയിമാണ്. അതായത് നമ്മളൊരു എലിവേറ്ററിൽ കയറി സ്പേസിലേക്ക് പോകണം. സ്പേസിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് ഇത് ഇവിടെ കാണാം. ഹമ്മിങ് ബേർഡ് എത്ര പേരിലാണ് പറക്കുക? 121 മീറ്റർ. പിന്നെ പോകുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി ഫാരൻഹീറ്റാണ്, ഡിഗ്രി കാണിക്കുന്നില്ല, എത്ര ഡിഗ്രി ഫാരൻഹീറ്റാണ് കാണാം. ഗ്രൗണ്ടിൽ 59 ഡിഗ്രി ഫാരൻഹീറ്റ്. പിന്നെ ഈ പടക്കൊക്കെ മേലൊക്കെ പോണ അങ്ങനത്തെ ടൈപ്പ് പടക്കുണ്ടല്ലോ, അതൊക്കെ പൊട്ടുന്ന ഇങ്ങനെ ഒരു ഡിസൈൻ പോലൊക്കെ ആവുന്ന 238 മീറ്റർ ആകുമ്പോഴാണ് മലാർട്ട് എന്ന് പറയുന്നത് ഒരു ബേർഡാണ്. അത് പറക്കുന്നത് 846 മീറ്ററിലാണ്. ഇത് ട്രോപ്പോസ്ഫിയറാണ്. അതായത് അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും താഴ്ന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് അറ്റ്മോസ്ഫിയറിലെ 99% വാട്ടർ വേപ്പറും അടങ്ങുന്നത്. ഏറ്റവും വലിയ ഹെലികോപ്റ്റർ മിൽ V12, അത് എത്ര 2300 മീറ്ററിൻ്റെ അടുത്താണ്, ഏറ്റവും ഉയരത്തിലാണ്, ഈ ഉയരത്തിലാണ് ഇത് പറഞ്ഞുള്ളത്. നിംബോസ്ട്രസ് ക്ലൗഡ്സ് ആ റെസ്പോൺസിബിൾ ഉണ്ട്. അതായത് ഈ നിംബോസ്ട്രസ് ക്ലൗഡ്സ് എന്ന ക്ലൗഡ്സാണ് മഴക്കൊക്കെ ഉത്തരവാദിയായിട്ടുള്ളത്. സ്കൈ ഡൈവിങ് ചെയ്യുന്നത് 2090 മീറ്ററിലൊക്കെ. അതെ, പിന്നെ മോണാർച്ച് ബട്ടർഫ്ലൈ ഒക്കെ എത്ര ഉയരത്തിൽ പറക്കും? അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറയുമെന്നാണ് പറയുന്നത്. ഇവിടെ ആകുമ്പോൾ കുറച്ച് തണുപ്പാകും, 17 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കാർഫ് എടുക്കാനാണ് പറയുന്നത്. ഞാൻ 3ാമത്താണ് എടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഏതെടുക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ബോക്സ് കൈറ്റ് പട്ടമാണ്. ഇതാണ് ഏറ്റവും ഉയർത്തി പറന്ന പട്ടം. മൗണ്ടെയിൻ കോട്ട് ഇതുവരെ ക്ലൈംബ് ചെയ്യുന്നതാണോ എന്ന്. കോട്ടിനൊക്കെ പറക്കാൻ പറ്റും. ചിലപ്പോൾ ഇതുവരെ ക്ലൈംബ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഹൈറ്റിൽ 3 കിലോമീറ്റർ, 3.25 കിലോമീറ്റർ. ഇതാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ക്യുമുലോണിംബസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ക്ലൗഡാന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ഉയരങ്ങളാണ്. പിന്നെ ഇടിമിന്നൽ, അങ്ങനെ ചുഴലിക്കാറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. എന്താ ഡിനോസറാണോ? സോ ഇത് എലിവേറ്റർ ആയിട്ട് നമുക്കൊരു മ്യൂസിക് ഇട്ട് നോക്കാം. വേൾഡ് വാർ 2 ഫൈറ്റർ പ്ലെയിനാണ് സോപ്പ് വിത്ത് ക്യാമൽ. അത് ഈ ഉയരത്തിലാണ് പറഞ്ഞിരുന്നത്. സിറസ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ഐസ് ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയൊരു ക്ലൗഡാണ്. ഇവിടെയൊക്കെ ടെമ്പറേച്ചറൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. -33 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ മുകളിൽ ഡെത്ത് സോൺ. കാരണം ഇതിൻ്റെ മുകളിലേക്ക് മനുഷ്യന്മാർക്ക് ഓക്സിജൻ കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റ്. ബലൂൺസൊക്കെ ഇതുവരെ പറക്കും. സോ ഇവിടെ എത്തിയ ഈ ബലൂണൊക്കെ പൊട്ടുമെന്നാണ് പറയുന്നത്. ഒരു സാധാരണ പാസഞ്ചർ ജെറ്റ് ഈ ഒരു ഉയരത്തിൽ പറക്കും, ഏകദേശം 9.7 കിലോമീറ്റർ. സർക്കോംലസ് എന്നൊരു പാച്ചി ടൈപ്പ് ക്ലൗഡ് ഒരു സ്കൈനെ ഒരു ബ്ലാങ്കറ്റ് പോലെ പുതക്കുമെന്നാണ് പറയുന്നത്. സോ ഇനി ഇതിൻ്റെ മേലെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പേസ് സ്യൂട്ട് വേണം. ഒന്നാമത്തെ ഓറഞ്ച് ആണെങ്കിൽ ഈ ആൾട്ടിറ്റ്യൂഡിൽ വെള്ളം ബോയിൽ ചെയ്യാൻ 129 ഡിഗ്രി ഫാരൻഹീറ്റ് മാത്രം മതി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററാണിത്. SA-315B ലാമ. ഇതൊരു ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞൊരു വിൻഡാണ് അറ്റ്മോസ്ഫിയറുള്ള. ഇത് 275 മൈൽസ് പെർ ഹവർ എന്ന വേഗതയിൽ വരെ എത്തും. ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്
-70 ആണ്. ഇതുണ്ടോ, ഞാൻ ഈ സൈഡിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ ഒരു പകുതി പോലും എത്തിയിട്ടില്ല. സോ നമ്മൾ അടുത്ത അറ്റ്മോസ്ഫിയറിൻ്റെ അടുത്ത ലെയറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സോ സ്ട്രാറ്റോസ്ഫിയർ ആണ് നമ്മളെ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. സോ ട്രോപ്പോസ്ഫിയറിലൊക്കെ നമ്മൾ ഉയരം കൂടുമ്പോൾ ഡിഗ്രി കുറയുകയായിരുന്നു, അതായത് ടെമ്പറേച്ചർ കുറയുകയായിരുന്നു. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് ആംസ്ട്രോങ് ലിമിറ്റ്. അതായത് ഈ ഉയരത്തിൻ്റെ മേലേക്ക് പോയാൽ സ്പേസ് സൂട്ട് ഇടാതെ പോയാൽ നിങ്ങളുടെ ഉമിനീരും കണ്ണുനീരും എല്ലാം എന്താണ് ബോയിലാവും. വേറെ ടൈപ്പ് ക്ലൗഡാണ് നെക്രിയോസ് ക്ലൗഡ്സ് ആർ റെയർ ക്ലൗഡ് ഇപ്പോൾ. അതായത് ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ടൈപ്പ് റെയർ ആയിട്ടുള്ള ഒരു ക്ലൗഡാണ്. അത് ചെറിയ ഐസ് പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയാണ്. ലൈറ്റിനെ പല വിധത്തിൽ സ്കാറ്റർ ചെയ്ത് കളർഫുൾ ആയിരിക്കും. സോ ഇതാണ് ഹയസ്റ്റ് എയർക്രാഫ്റ്റ് ഡിറ്റക്ഷൻ. ഇപ്പോൾ കണ്ട കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടിയുണ്ട്, -63°F ആയിരുന്നു. സോ ഇതാണ് ഏറ്റവും വേഗതയുള്ള പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിന് സൗണ്ടിനേക്കാൾ 3 ഇരട്ടി സ്പീഡ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ നാസ ഇറക്കിയ ഒരു എക്സ്പെരിമെൻ്റൽ ഹൈപ്പർസോണിക് എയർക്രാഫ്റ്റാണ് നാസ X-43. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൊന്നും കാണില്ലല്ലോ. ഏറ്റവും ഉയരത്തെ സ്കൈ ഡൈവ് ചെയ്ത ഒരാളാണ് ജോസഫ് കിറ്റിംഗർ. പേപ്പർ എയർപ്ലെയിന് ഏറ്റവും ഉയർത്തി പറഞ്ഞത് ഈ റൈറ്റിലാണ് 34.35 കിലോമീറ്റർ. ഇതൊക്കെ കേൾക്കുമോ? ഇതൊരു ബലൂണിൽ നിന്ന് ലോഞ്ച് ചെയ്തതാണ്. സോ ഫെലിക്സ് ബോംകാർട്ട്നർ എന്നൊരു മനുഷ്യനാണ് ഫ്രീ ഫോൾ, അതായത് വെറുതെ ഒന്നുമില്ലാതെ താഴത്തേക്ക് ആടി 843 മൈൽസ്/ഹവർ എന്ന സ്പീഡിലാണ് താഴത്തേക്ക് ചാടിയത്. സോ ഗൈസ്, കറണ്ട് റെക്കോർഡ് ഫോർ ഹൈയസ്റ്റ് സ്കൈ ഡൈവ്. ഞാൻ വിചാരിച്ചു നേരത്തെ കണ്ടതാണ് ഏറ്റവും ഉയരത്തിലുള്ള സ്കൈ ഡൈവ്, പക്ഷെ ഇതായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 0°F 1°F ഇപ്പോൾ പോസിറ്റീവായിട്ടുണ്ട്. സോ സ്പേസിൽ പറ്റി ശരിക്കും പോസിബിൾ ആയിട്ടുള്ള ഐഡിയ ആണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പേസിൽ കുറച്ചുകൂടി അധികം പൈസ ചിലവില്ലാതെ സേഫായിട്ട് പോകാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് സ്പേസ് എലിവേറ്റർ. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ള കേബിൾ വേണം അങ്ങോട്ട് പോകാൻ. സോ ചെല്യാബിൻസ്കിൻ്റെ മീറ്റിയോർ ഭൂമിയിലേക്ക് വന്ന് പതിക്കുമ്പോൾ അത് ഈയൊരു ആൾട്ടിറ്റ്യൂഡിലാണ് കത്തിപ്പോയത്. സോ സ്പേസ് ഷട്ടിലിൻ്റെ ഈ 2 സൈഡിലുള്ള റോക്കറ്റുകൾ വിടർന്നു പോയൊരു ഹൈറ്റാണ് 45 കിലോമീറ്റർ. കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടിയുണ്ട്. സോ ഇനി നമ്മൾ അറ്റ്മോസ്ഫിയറുടെ മറ്റൊരു ലെയറിലേക്ക് പോവുകയാണ്, മെസോസ്ഫിയർ. സോ സ്പേസിലേക്കുള്ള പകുതി വഴിയായി. സോ നമ്മൾ ഈ ഒരു എലിവേറ്ററിൽ ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. സോ 50 കിലോമീറ്റർ, ഏകദേശം 100 കിലോമീറ്റർ ആകുമ്പോഴാണ് സ്പേസ് എന്ന് പറയുന്നത്. ഏറ്റവും ഉയരത്തിൽ ബലൂൺ പറഞ്ഞത് ഈ ഒരു ഇതിലാണ്. ഇപ്പം ടെമ്പറേച്ചർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, 37°F ആയിട്ടുള്ളത്. ഇടിമിന്നൽക്ക് മുകളിൽ നടക്കുന്ന റയറായുള്ള ഒരു സംഭവമാണ്. അത് ഏതാനും സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുള്ളൂ. സാധാ ലൈറ്റിങ് ഏകദേശം 4 കിലോമീറ്റർ, ഇടിമിന്നലൊക്കെ 4 കിലോമീറ്റർ ഹൈറ്റ് ഉള്ളതാണ്. ഈ സ്പ്രൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം 50 കിലോമീറ്റർ, ഏകദേശം നമ്മുടെ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പോകാനുള്ള പകുതി ദൂരം 50 കിലോമീറ്റർ. സോ 32 ഫാരൻഹീറ്റാണ് 0°C. -68 ആണെങ്കിലോ -55.
സോ നമ്മൾ തുടങ്ങുമ്പോൾ 59 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു, എന്ന് വെച്ചാൽ 15 ഡിഗ്രി സെൽഷ്യസ്. സോ പല ഉൽക്കകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഏകദേശം ഈ ഒരു ഹൈറ്റിലെത്തിയിട്ടാണ് ബേൺ ആവാറ്, കത്തിപ്പോവാറുള്ളത്. സോ എല്ലാ ദിവസവും 48 ടൺ മീറ്റിയറാണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. സോ ഇതാണ് എർത്തിൻ്റെ ഏറ്റവും കോൾഡ് ആയിട്ടുള്ള ഭാഗം. അടുത്ത തെർമോസ്ഫിയർ എന്ന ലെയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ സണ്ണിത്തെ പാർട്ടിക്കിൾസ് ഒക്കെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ വന്ന് അടിക്കുമ്പോൾ അത് പല പല ആറ്റംസായി മാറും, എന്നിട്ട് എയറിൽ നിൽക്കും. ഇങ്ങനെയാണ് അറോറാസ് ഉണ്ടാവുന്നത്. ഇതാണ് അറോറ. ഒരു ഭംഗിയുള്ള പച്ച ഒരു ബദലാകും. ഇത് എനിക്ക് തോന്നുന്നു പോളാർ ഏരിയ, അത് തണുപ്പുള്ള പ്രദേശം, അന്റാർട്ടിക്ക അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക. ഇനി നമ്മൾ 1000-ൽ കുറഞ്ഞ ഏകദേശം 1000-ൽ കുറവ് മനുഷ്യൻ സഞ്ചരിച്ച ഒരു സ്ഥലത്തേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. സോ ഇനി നമ്മൾ എർത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഇതാണ് കാർമൽ ലൈൻ, ഇതാണ് എൻ്റെ എലിവേറ്റർ. ഈ എലിവേറ്റർ കാർമൽ ലൈന് വിട്ടാൽ സ്പേസ് എത്തി എന്നാണ്. സോ നമ്മൾ സ്പേസ് ലീവ് ചെയ്യുകയാണ്. ഏകദേശം 100 കിലോമീറ്റർ. സോ ഇത്രക്കുള്ളൊരു വീഡിയോ. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.